മലപ്പുറം കൂരിയാട് ദേശീയപാത വീണ്ടും തകർന്നിരിക്കുകയാണ്. നേരത്തെ തകർന്ന സ്ഥലത്ത് നിന്നും മീറ്ററുകൾ വ്യത്യാസത്തിലാണ് വീണ്ടും ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നത്. അതായത് ടാറിട്ട റോഡിന്റെ ഏറ്റവും മുകൾ വശത്ത് നിന്ന് ഭിത്തികൾ, ആ ഭിത്തികൾ ഒന്നാകെ താഴേക്ക് അടർന്നു വീണ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സർവീസ് റോഡിലേക്ക് മണ്ണും കല്ലുമടക്കം പതിച്ചിരിക്കുകയാണ്. കനത്ത മഴ പെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള വയലിൽ അധികമായിട്ട് വെള്ളം കയറുന്നു. വെള്ളത്തിന്റെ അളവ് കൂടുന്നു. അങ്ങനെ അളവ് കൂടുമ്പോൾ അത് മണ്ണിലൂടെ ഒലിച്ചിറങ്ങി മണ്ണിന്റെ ഘടന അനുസരിച്ച് ആ മണ്ണ് നീങ്ങുകയും വീണ്ടും ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ ഇനിയും തകർച്ചയുണ്ടാകുമെന്നൊരു ആശങ്ക ജനങ്ങൾക്കൊന്നാകെ നിലനിൽക്കുന്നുണ്ട്. അതിൽ കുറെ IRC സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ആ മണ്ണ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ട്, അതൊന്നും ഫോളോ ചെയ്തതായിട്ട് അറിയുന്നില്ല, ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അല്ല അങ്ങനെ ഒരു സെറ്റിൽമെന്റ് വരില്ല. അതായത് മണ്ണ് നിങ്ങൾക്കറിയാലോ, നമ്മുടെ മണ്ണ്, സാധാരണ മണ്ണ് വെള്ളം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ലോസ് ആവും. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ലോഡ് വെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ നഷ്ടപ്പെടും. അതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ഇത് ഈ കംപ്ലീറ്റ് സ്ട്രക്ചറും ഇവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയതായിട്ട് പാലം പൈലടിച്ചിട്ട് പാലം ഉണ്ടാക്കും ഇവിടെ, അവർ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും വീണ്ടും ഈ കൂരിയാട്ട് ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഈ വർക്ക് തന്നെ തീരെ സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യം നൽകാതെയാണ് ഇവിടുത്തെ വർക്കൊക്കെ നടന്നിട്ടുള്ളത്. ഒരു വേനൽ മഴയ്ക്ക് തന്നെ, ഒരൊറ്റ മഴയ്ക്ക് തന്നെ എല്ലാം ഉണ്ട് കീറിയിട്ട് പിന്നെ പൊളിഞ്ഞു പോകാനുള്ളതായിട്ടുണ്ട്. പിന്നെ അത് ജനങ്ങൾ കാണരുത് എന്ന് വിചാരിച്ചിട്ട് അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് വെച്ചിരിക്കുക. വേറെ ഒരു വർക്കും അവിടെ നടത്തിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ നിർമ്മിതി, ഈ ഭീമാകാരനായ നിർമ്മിതി ഏറ്റവും പെട്ടെന്ന് KNRCയിലും NH ഇടപെട്ട് KNRCയിലും കൊണ്ട് പൊളിച്ചു മാറ്റിക്കണം. എന്നിട്ട് പുതിയ റീസ്ട്രക്ചർ എന്ന് പറയുന്ന പുതിയ അലൈൻമെന്റിലേക്ക് പോകണം. അത് പാലം മാത്രമാണ് ശാശ്വതം. ഇതിനിപ്പോൾ ശാസ്ത്രീയമായി കൂടുതൽ പരിശോധനയ്ക്ക് പോകേണ്ടത് തോന്നുന്നില്ല. എന്തായാലും ഉടനടി പരിഹാരം കാണേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ്. കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും വേണം. ജോം TK-ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.